ഇനി നമുക്ക് കോഴിക്കോട്ടേക്ക് കൂടി പോകേണ്ടതുണ്ട്. അഞ്ജന സുകുമാരൻ അവിടെ നിന്ന് ചേരുന്നുണ്ട്. അഞ്ജന, ഈ വടക്കൻ കേരളത്തിൽ മഴ കനക്കുകയാണ്. സ്വാഭാവികമായിട്ടും അവിടെ ഓറഞ്ച് അലർട്ടാണ് നൽകിയിരിക്കുന്നത്. വലിയ തോതിലുള്ള മഴക്കെടുതി റിപ്പോർട്ട് ചെയ്തൊരു പ്രദേശം കൂടിയാണ്. കണ്ണാടിക്കൽ മേഖലയിലൊക്കെ ഇപ്പോൾ വെള്ളം ഇറങ്ങി തുടങ്ങിയോ? അഞ്ജന നിൽക്കുന്ന ഭാഗത്ത് പ്രദേശത്ത് ഇപ്പോൾ കാലാവസ്ഥ എങ്ങനെയാണ്? മഴയുണ്ടോ? ഏതായാലും വലിയൊരു ശമനം ഉണ്ടായിരിക്കുന്നു മലബാറിൽ, വടക്കൻ ജില്ലകളിൽ എന്നുള്ളതാണ് മഴയ്ക്ക് എടുത്തു പറയാനുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശക്തമായ മഴ രാത്രി കാലങ്ങളിൽ ഉണ്ടായിരുന്നപ്പോൾ ഇന്നലെ രാത്രിയിൽ വലിയ ശമനം മഴയ്ക്കുണ്ടായിട്ടുണ്ട്. ഒറ്റപ്പെട്ട മഴ മാത്രമാണ് ഇന്നലെ മലയോര മേഖലയിലായാലും നഗരപ്രദേശങ്ങളിലായാലും ലഭിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വലിയ രീതിയിലൊരു കാറ്റുമൊക്കെ ഉണ്ടായിരുന്നു. ഈ കാറ്റിൽ ഇന്നലെ കൊല്ലകൽ ദേശീയപാതയിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നിരുന്ന ഒരു മരം കടപുഴകി വീഴുകയും അവിടെ ഗതാഗതം ഏറെ നേരം തടസ്സപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. വയനാട്ടിലേക്ക് പോകുന്നൊരു വഴി കൂടിയാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ അവിടെ ഗതാഗത സ്തംഭനമുണ്ടായി. നരിക്കുനിയിൽ നിന്നുൾപ്പെടെ ഫയർഫോഴ്സ് എത്തി 2 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഗതാഗതം പുനഃസ്ഥാപിക്കാനൊക്കെ ആയത്. ഒപ്പം തന്നെ വിവിധ മേഖലകളിൽ വെള്ളം കയറിയിരുന്നു. ഈ പുഴ കരകവിഞ്ഞതോടു കൂടെ തന്നെ സമീപത്തെ മേഖലകളൊക്കെ തന്നെയും താഴ്ന്ന പ്രദേശങ്ങളൊക്കെ തന്നെയും വെള്ളത്തിനടിയിലാവുകയും ചെയ്തു. ഇത് പ്രധാനമായും മാവൂർ, പെരുവേൽ, അതോടൊപ്പം തന്നെ കണ്ണാടിക്കൽ, കക്കോടി മേഖലകളിലൊക്കെയാണ് വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുണ്ടാവുകയും വീടുകളിലേക്ക് ഉൾപ്പെടെ വലിയ രീതിയിൽ വെള്ളം കയറുകയും ചെയ്തത്. ഈ പാലാഴി മേഖലയിൽ ഉൾപ്പെടെ വെള്ളക്കെട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ദിവസങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് ഒരു 2 ദിവസങ്ങൾക്ക് മുമ്പ് പാലാഴി മേഖലയിൽ നിന്നൊക്കെ വെള്ളം ഒഴിഞ്ഞു പോകുന്ന രീതി ഉണ്ടായിരുന്നു. കണ്ണാടിക്കൽ, കക്കോടി മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ വെള്ളപ്പൊക്കം അവിടുത്തെ ആളുകളെ ബാധിച്ചത്. ഇന്നലെ തന്നെ അവിടെ നിന്ന് വെള്ളം ഒഴിഞ്ഞു പോയിരുന്നു. പക്ഷെ പൂർണ്ണമായും പോയിട്ടില്ല. ഈ പുഴയ്ക്ക് സമീപമുള്ള പ്രദേശങ്ങളിലാണ് നിലവിൽ ഇപ്പോൾ വെള്ളക്കെട്ടുള്ളത്. ബാക്കി പ്രദേശങ്ങളിൽ നിന്നൊക്കെ വെള്ളം ഇന്നലെ വൈകിട്ട് തന്നെ ഒഴുകി പോകുന്ന രീതി ഉണ്ടായിരുന്നു. ഏതാണ്ട് 100-150 കുടുംബങ്ങളെയാണ് കർണാടിക്കൽ മേഖലയിൽ നിന്ന് ഒഴിപ്പിച്ചിരുന്നത്. ഇവരൊക്കെ ബന്ധുവീടുകളിലേക്കും ഒപ്പം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കുമായാണ് മാറിയിരിക്കുന്നത്. ജില്ലയിൽ ഇതുവരെ 18 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 808 പേരാണ് താമസിക്കുന്നത്. നേരത്തെ കഴിഞ്ഞ ദിവസം 900-ന് മുകളിൽ ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷെ വെള്ളം ഒഴിഞ്ഞു പോയതോടെ കുറെ ആളുകളൊക്കെ സ്വന്തം വീടുകളിലേക്കൊക്കെ മടങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും ഇന്നിപ്പോൾ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ, അതായത് അത്രത്തോളം ശക്തമല്ലാത്ത ഒരു സാഹചര്യത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പുഴയ്ക്ക് സമീപമുള്ള പ്രദേശങ്ങളിൽ നിന്നൊക്കെ വെള്ളം വൈകാതെ ഇറങ്ങാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളൊക്കെ വൈകാതെ തന്നെ വീടുകളിലേക്ക് മടങ്ങും. മറ്റൊരു ആശങ്ക നിലനിൽക്കുന്നത് മഴ മുന്നറിയിപ്പ് തുടരുന്നു എന്നുള്ളതാണ്. അപ്പോൾ മഴ മുന്നറിയിപ്പ് ഇങ്ങനെ നിൽക്കുമ്പോൾ എന്ത് വിശ്വസിച്ച് വീടുകളിലേക്ക് തിരിച്ചു പോകുമെന്നുള്ളതും ആളുകൾ ചോദിക്കുന്നുണ്ട്. ഏതായാലും ഒരുപാട് ആളുകൾ ഇതിനോടകം തന്നെ വീടുകളിലേക്ക് മടങ്ങിയിട്ടുണ്ട്. മറ്റൊരു കാര്യം ഇനി അവർക്ക് പ്രതിസന്ധിയായി നിലനിൽക്കുന്നത് ഈ വീടുകളൊക്കെ വൃത്തിയാക്കുന്നതാണ്. പലരുടെയും വീടുകൾക്ക് വലിയ രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ വലിയ രീതിയിൽ ചെളി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കി വീണ്ടും താമസയോഗ്യമാക്കാൻ വലിയ പ്രതിസന്ധി അവർ നേരിടുമെന്നുള്ളതാണ്. ഏതായാലും മഴ ഇപ്പോൾ വിട്ടു നിൽക്കുകയാണ്. ഒറ്റപ്പെട്ട നിലയിൽ മാത്രമാണ് ഇപ്പോൾ മഴ പെയ്യുന്നത്. ഉമൈബാൻ, അഞ്ജന, ഈ ക്യാമ്പുകളിലേക്ക് ആളുകളെ മാറ്റുകയും അവരിപ്പോൾ മഴ കുറഞ്ഞ പശ്ചാത്തലത്തിൽ വീടുകളിലേക്ക് തിരിച്ചെത്തുന്ന കാര്യം അഞ്ജന സൂചിപ്പിച്ചല്ലോ. പക്ഷെ അത് ജില്ലാ ഭരണകൂടം അതിന് ഏത് രീതിയിലാണ് കാണുന്നത്? അത്തരത്തിൽ അവരെ പോകാൻ അനുവദിക്കുന്നുണ്ടോ വീടുകളിലേക്ക്? വീടുകളിലെത്തിയാൽ നേരത്തെ അഞ്ജന സൂചിപ്പിച്ച പോലെ തന്നെ നല്ല വെള്ളക്കെട്ട് വന്ന് ഇറങ്ങിയ ഒരു പ്രദേശം കൂടി ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ചെളിയൊക്കെ നീക്കലും ചെയ്യലും അങ്ങനത്തെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കൊക്കെ ആയിരിക്കും ആളുകൾ കടക്കുക. പക്ഷേ അതിനുള്ള സമയമായിട്ടുണ്ടോ? കാരണം വീണ്ടും മഴ കനക്കുന്ന സാഹചര്യമാണ് ഉള്ളതെന്താണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമൊക്കെ നൽകുന്ന മുന്നറിയിപ്പ്. അത്തരത്തിൽ അതിവേഗത്തിൽ ഈ പറഞ്ഞ പോലെ തിരക്കിട്ട ആളുകൾ വീടുകളിലേക്ക് മടങ്ങുന്നത് ശരിക്കും തടയേണ്ട ഒരു സാഹചര്യം തന്നെയാണോ? ആ രീതിയിലല്ലേ ജില്ലാ ഭരണകൂടം കാണുന്നത്? അപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് ആളുകൾ കൂടുതലായിട്ട് പോകുന്നുണ്ടോ? എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ? സ്വന്തം നിലയിലാണ് ഈ ആളുകളൊക്കെ തന്നെയും പോയിട്ടുള്ളത്. ഈ മഴ മുന്നറിയിപ്പ് ഉള്ള സാഹചര്യത്തിൽ അത് അത്രത്തോളം ആശങ്ക ഉണ്ടാക്കും അല്ലെങ്കിൽ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നുള്ളത് ഭരണകൂടം പറയുന്നുണ്ടെങ്കിലും ഈ വീട് വൃത്തിയാക്കുന്നതിനും മറ്റുമൊക്കെ ആയി തന്നെയാണ് ആളുകൾ പോയിരിക്കുന്നത്. പിന്നീട് അവിടെ നിന്ന് ബന്ധുവീട്ടുകളിലേക്ക് പോയിക്കോളാം എന്നുള്ള ഉറപ്പിന്മേലാണ് അവരെയൊക്കെ തന്നെയും ഭരണകൂടം പറഞ്ഞയക്കുകയും ചെയ്തിട്ടുള്ളത്. നിലവിൽ ഏതായാലും 18 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 808 പേരാണ് ജില്ലയിൽ കഴിയുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉള്ളത് കോഴിക്കോട് താലൂക്കിൽ തന്നെയാണ്. വിവിധ താലൂക്കുകളിലായാണ്. ഈ വിലങ്ങാട് ഭാഗത്തൊക്കെ ഒരുപാട് ആളുകൾ പാരിഷ് ഹാളിലും മറ്റുമൊക്കെ താമസിക്കുന്നുണ്ട്. അവിടെയുള്ള ആളുകളും വലിയ പ്രശ്നം ഉന്നയിക്കുന്നത് ഇതാണ്. അവരൊന്നും മാറി താമസിക്കാൻ തയ്യാറായിട്ടില്ല. ഇനിയും മഴ വരാനൊരു സാധ്യത കാണുന്നുണ്ട്. വിലങ്ങാട് മേഖലയെ സംബന്ധിച്ചിടത്തോളം ഉരുൾപൊട്ടലുണ്ടായ മേഖലയാണ്. അപ്പോൾ ഒരു മഴ പെയ്താൽ പോലും മലയോരത്ത് മഴ പെയ്താൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്ന, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന മേഖലയാണ്. അവിടെയുള്ള ആളുകളൊന്നും മാറി താമസിച്ചിട്ടില്ല മഴ കുറഞ്ഞ പശ്ചാത്തലത്തിൽ പോലും. പക്ഷേ ഈ
നഗരപ്രദേശങ്ങളിലുള്ള ആളുകളാണ് ഇത്തരത്തിൽ മാറിയിരിക്കുന്നത്. അവിടെയൊന്നും നേരത്തെ വെള്ളം കയറാത്തൊരു സ്ഥലമായിരുന്നു. ഈ ചെറുപുഴ അതോടൊപ്പം തന്നെ പൂന്നൂർ പുഴയൊക്കെ കര കവിഞ്ഞതോടുകൂടിയാണ് പല ആളുകളുടെ വീടുകളിലേക്കും വെള്ളം കയറിയിട്ടുള്ളത്. അവർ പക്ഷേ അതൊക്കെ വീടൊക്കെ വൃത്തിയാക്കാം എന്നുള്ള നിലയിലാണ് പോയിരിക്കുന്നത്. പിന്നീട് അവിടുന്ന് ബന്ധു വീടുകളിലേക്ക് മാറിക്കൊള്ളാം എന്നുള്ള ഉറപ്പും അവർ ഭരണകൂടത്തിന് നൽകുകയും ചെയ്തിട്ടുണ്ട്.